ഒരാളൊരു വണ്ടി വാങ്ങാൻ പോകുമ്പോൾ പുതിയ വണ്ടി വാങ്ങണോ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങണോ? റോയൽ ഡ്രൈവിൽ നിന്ന് ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ താങ്കളിപ്പോൾ 1 കോടി രൂപയുടെ ഒരു പുതിയ വാഹനം വാങ്ങി, 1 കോടി രൂപയ്ക്ക് റോയൽ ഡ്രൈവിൽ നിന്നൊരു വാഹനം വാങ്ങാമെന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ ചെറിയ പെട്ടെന്ന് പറയാം. പുതിയ കാർ വാങ്ങുന്നവൻ 1 കോടി രൂപയ്ക്ക് 1 കോടിയുടെ കാറിൻ്റെ ക്ലബിലാണ് കയറുന്നത്. അതൊരു പ്രിയോണ്ടാവുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ 1.5 കോടിയുടെ 2 കോടിയുടെ ക്ലബ്ബിൽ കയറും. താങ്കളിത് C ക്ലാസ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതും S ക്ലാസ് ആയിട്ട് താങ്കൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ സോഷ്യൽ വാല്യൂ പ്ലസ് അതിൻ്റെ ബാക്കിയുള്ള സേഫ്റ്റി ആയാലും നേരത്തെ പറഞ്ഞ എല്ലാ ആനുകൂല്യം, അതായത് നമ്മൾ ഒരേ പൈസയ്ക്ക് നമ്മൾ അടുത്ത ക്ലബ്ബിൽ എത്തുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് ക്ലാസ് ടിക്കറ്റിൻ്റെ പൈസയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്തു. രണ്ടാമത് ഇപ്പോൾ 1 കോടിക്ക് താങ്കളൊരു വണ്ടി പുതിയത് വാങ്ങണം, ഒരു കമ്പനി ഓണർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാക്സ് അടക്കുന്ന വ്യക്തിയാണ്, അതേ പൈസയ്ക്ക് ഒരു പ്രിയോണ്ട് വാങ്ങിയത് 1 വർഷം കഴിഞ്ഞ് ഈ 2 വണ്ടിക്കും ഒരേ അളവിലാണ് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുക. ഒരിക്കലും പ്രിയോണ്ടാണ് എന്ന് കരുതിയിട്ട് ഡിപ്രിസിയേഷനിൽ ഡിഫറൻസ് ഇല്ല. ഇത് പലർക്കും ഒന്നും അറിയില്ല. പക്ഷെ അത് കിട്ടണമെങ്കിൽ റോയൽ ഡ്രൈവ് പോലത്തെ സ്ഥാപനങ്ങൾ GST ബില്ലോട് കൂടി വാഹനം പർച്ചേസ് ചെയ്താൽ അടുത്ത വർഷം നമ്മൾ ടാക്സ് അടക്കുമ്പോൾ ആ ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്ത് ടാക്സ് ബെനിഫിറ്റ് ഉപയോഗിക്കാൻ പറ്റും.